പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം നരന്റെ ആയുസ് 120 എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ബ്രഹ്മാവ് തപസ് ചെയ്ത് ആയുശക്തിയെ വർദ്ധിപ്പിച്ചു. അതിൽ നിന്നും ഓരോ പ്രാണികളെയും സൃഷ്ടിക്കാൻ തുടങ്ങി. അനവധി പ്രാണിവർഗങ്ങളെ സൃഷ്ടിച്ചു. ഇടയിലൊരു വിശ്രമമുണ്ടായി. ആ ഇടയിൽ സൃഷ്ടിക്കപ്പെട്ട പ്രാണികളുടെ കഴിവുകളെ പരിശോധിച്ചു. ആർക്കും ജനന മരണ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധ്യമല്ലെന്ന് മനസ്സിലായി. പിന്നീട് അദ്ദേഹം ഗഹനമായ ആലോചനയ്ക്ക് ശേഷം നരനെ സൃഷ്ടിക്കാൻ സങ്കൽപ്പിച്ചു. ആയുസ് നോക്കിയപ്പോൾ പാത്രം കാലിയായി. ഇനി എന്തു ചെയ്യും? ഇനിയൊരു തപസ്സിന് പോകാൻ കഴിയില്ല. എന്നാൽ സങ്കല്പം ചെയ്ത സൃഷ്ടി നടക്കുകയും വേണം. അതിന് വേണ്ട ആലോചനയായി. പിതാമഹന്റെ ദയനീയ അവസ്ഥ കണ്ട മക്കൾ ചിലർ കാര്യങ്ങളെ അന്വേഷിച്ചു. മക്കളെ, ഞാൻ സൃഷ്ടിക്കപ്പെട്ട മക്കൾ താപത്രയ ദുഃഖങ്ങളിൽ നിന്നും നിവൃത്തിയുണ്ടാവില്ല. ഇപ്പോൾ ഞാൻ നരസൃഷ്ടിക്ക് സങ്കല്പം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് സാധിച്ചാൽ എല്ലാവർക്കും രക്ഷയുണ്ടാവും. പക്ഷേ സങ്കല്പം ചെയ്ത നരന് കൊടുക്കാൻ ആയുസില്ല. നിങ്ങൾ ദാനം തന്നാൽ കാര്യം സാധിക്കും. നിങ്ങൾക്കും ഗുണമുണ്ടാവും എന്ന് പറഞ്ഞു. ഇത് കേട്ടതും പലരും പിന്തിരിഞ്ഞു പോയി. അതിൽ 4 പേർ മുന്നോട്ട് വന്നു. കുതിര പറഞ്ഞു, അച്ഛാ, എൻ്റെ ആയുസ്സിൽ നിന്നും 30 വർഷത്തെ ആയുസ് ഞാൻ ദാനം തരാം എന്ന് പറഞ്ഞു. രണ്ടാമതായി കഴുതയും വന്നു. മൂന്നാമതായി നായ വന്നു. നാലാമതായി മൂങ്ങ അഥവാ കൂമനും വന്നു. അങ്ങനെ 4 പേരിൽ കൂടി 120 വയസ്സ് ദാനമായി കിട്ടി. ഉടനെ ആയുസ്സുകൊണ്ട് നരജന്മം പൂർത്തിയായി. ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ 84 ലക്ഷം തരം പ്രാണിവർഗങ്ങളായി. അവസാന സൃഷ്ടിയാണ് നരൻ. എല്ലാ പ്രാണികൾക്കും ഓരോരുത്തരുടേതായ സംസ്കാരമുണ്ട്. എന്നാൽ നരന് വിശേഷ ബുദ്ധിയോട് കൂടിയ 4 തരം സംസ്കാരമാണ് ഉള്ളത്. നോക്കാം. കുതിര എപ്പോഴും തുള്ളിച്ചാടിയും നിയന്ത്രണം വിട്ടും പായുന്ന ജീവിയാണല്ലോ. അതുപോലെ ആദ്യ ആയുസ് കുതിരയുടേതാകയാൽ മനുഷ്യനും 30 വയസ്സുവരെ തുള്ളിച്ചാടിയും ആരെയും അനുസരിക്കാതെയും നിയന്ത്രണം വിട്ടുള്ള ജീവിതമാണ്. കുതിരയെ ചൊൽപ്പടിക്ക് നിർത്താൻ കടിഞ്ഞാൺ ഇടും. അതുപോലെ മനുഷ്യനെ മാതാപിതാക്കൾ അവൻ്റെ ചാട്ടം നിയന്ത്രിക്കാനായി വിവാഹം എന്ന കടിഞ്ഞാൺ ഇട്ട് വെക്കും. രണ്ടാമതായി കഴുതയുടെ ആയുസ്സാണ്. കഴുത ഭാരം ചുമക്കുന്ന ജീവിയാണ്. എന്നാൽ അതിന് കൂലി കിട്ടില്ല. ഉടമസ്ഥൻ കൂലി വാങ്ങും. അതുപോലെ കുടുംബം പോറ്റാനായി ഇവൻ കഠിനാധ്വാനം ചെയ്യുന്നു. ജീവിതം ആർക്ക് വേണ്ടിയോ, ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഇങ്ങനെയുള്ളവർക്കാണ്. 60 വയസ്സ് കഴിയും. പിന്നെ ഉണ്ടാകുന്നത് നായയുടെ ആയുസ്സാണ്. തനിക്ക് പ്രായമായി. ഭരണ ചുമതലകൾ മക്കളിലായി. നായയുടെ ജോലി വീട് കാക്കുക, ആരെയും കണ്ടാൽ കുരയ്ക്കുക, യജമാനൻ പറയും പോലെ അനുസരിക്കുക, ശിക്ഷ കിട്ടിയാൽ സഹിക്കുക, തരുന്ന നേരത്ത് ഭക്ഷണം കഴിക്കുക. അതുപോലെ മക്കളെല്ലാവരും ജോലിക്ക് പോയാൽ വീട് കാക്കണം, കുട്ടികളെ നോക്കണം, ഉള്ള ഭക്ഷണം കഴിക്കണം, അവർ പറയും പോലെ അനുസരിക്കണം, ശിക്ഷിച്ചാൽ സഹിക്കണം. അങ്ങനെ 90 വയസ്സ് കഴിയുമ്പോൾ കൂമൻ്റെ ആയുസ്സാണ് പിന്നെ വരുന്നത്.
പ്രായം കൂടിയതുകൊണ്ട് ചെവി കേൾവിയും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ നമ്മളെ ഒരു കസേരയിൽ കൊണ്ട് ഇരുത്തും. നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ബന്ധുക്കളോ ആരെങ്കിലും വന്ന് നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്താൽ നമുക്ക് കേൾക്കാനും കഴിയില്ല, കാണാനും കഴിയില്ല. അപ്പോൾ അവർ പറയുന്നതിനൊക്കെ നമ്മൾ എന്ന് കൂമനെ പോലെ മൂങ്ങിക്കൊണ്ടിരിക്കും. 120 വയസ്സ് വരെ ആ അവസ്ഥയാണ്. അതിനങ്ങോട്ടേക്ക് പിന്നെ ജീവിതം ഉണ്ടാവില്ല. ഇതാണ് മനുഷ്യൻ്റെ ജീവിതം. ഹരി ഓം.